ഫ്രണ്ട്സ് ഇത് കണ്ടോ, ഇത് ഹൈബ്രിഡ് കലാഞ്ചുവാ. അപ്പോൾ ഇതിൻ്റെ പെറ്റൽസ് നല്ല ഭയങ്കര പെറ്റൽസ് കാണും. അപ്പം ഇത് ഞാൻ എങ്ങനെ സൂക്ഷിക്കുന്ന അറിയാം ഫ്രണ്ട്സ്. ഇത് ഞാൻ എന്താ എടുക്കും, ഈ പൗച്ചിനകത്ത് ഞാൻ പൗച്ച് ഒട്ടും ഒന്നും കളയത്തില്ല. അപ്പം ഞാൻ ഈ പൗച്ചിനകത്ത് എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും പോട്ട് വേണമെങ്കിൽ ഞാൻ ആ പോട്ട് യൂസ് ചെയ്യും. ഇതുപോലത്തെ പൗച്ചിനകത്ത് ഞാൻ ഇതിനകത്ത് എല്ലാം ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഇത് മൊത്തം സൂക്ഷിക്കണമെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അപ്പോൾ എന്താ എടുക്കണം, ഇതിൻ്റെ അകത്തുനിന്ന് മണ്ണ് മൊത്തം മാറ്റണം. ഈ മണ്ണില്ലയോ, ഈ മണ്ണ് എല്ലാം മാറ്റിയിട്ട് കുറച്ച് മണ്ണ് ഇതിനകത്ത് ബസ് ഇച്ചിരി അതിൻ്റെ റൂട്ട്സിനകത്ത് വെക്കാനുള്ള മണ്ണ് അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ മുകളിൽ നിന്ന് നല്ലതായിട്ടെല്ലാം പ്രൂണിങ് ചെയ്ത് ഇത് വേറെ എന്തെങ്കിലും ഷെഡി ഏരിയ നമ്മുടെ വേറെ പ്ലാന്റ്സിൻ്റെ കൂടെ അതിനെ എടുത്ത് വെക്കണം. ഇച്ചിരി വെയിലും വേണം, ഇച്ചിരി നനപ്പും വേണം മാത്രം. കൂടുതൽ വെള്ളം ഒഴിക്കാനും പാടില്ല, കൂടുതൽ വെയിലത്തും വെക്കാൻ പാടില്ല. അപ്പം ഈ നിങ്ങളുടെ പ്ലാന്റ്സ് അതുപോലെ ഇങ്ങനെ നിൽക്കും. നമുക്ക് മദർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. മദർ പ്ലാന്റ്സിനകത്ത് നല്ല ഫ്ലവറിങ് വരുന്നത്. ഇത് നോക്കുക, എൻ്റെ മദർ പ്ലാന്റ്സാണ്. അപ്പോൾ ഇത് 3 വർഷമായി ഇതുപോലെ തന്നെയാണ് ഫ്ലവറിങ് ആകുന്നത്. അപ്പം മദർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് വേറെ ആക്കി സെപ്പറേറ്റ് ആക്കി ഒത്തിരി പ്ലാന്റ്സ് നിങ്ങൾക്ക് റെഡിയാക്കാം. അത് തന്നെ അതിൻ്റെ ലീഫും വച്ച് നിങ്ങൾക്ക് ഒത്തിരി പ്ലാന്റ്സ് റെഡിയാക്കാം. പക്ഷേ ആ വർഷം നിങ്ങൾക്ക് അത്രയും ഫ്ലവറിങ് കിട്ടത്തില്ല. നെക്സ്റ്റ് ഇയറിൽ അതിന് നല്ല ഫ്ലവറിങ് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങളിങ്ങനെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കലാഞ്ചോ ഇതുപോലത്തെ നല്ല അടുത്ത വർഷം റെഡിയായി നിൽക്കും. കണ്ടോ, നല്ലതല്ലയോ? താങ്ക് യു.